എലഗൻസ് നമ്മുടെ ചുരിദാറിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് റോമൻ സിൽക്ക് ഫാബ്രിക് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഡിസൈനാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന സൈസ് കളർ കോമ്പിനേഷൻ ഡിസൈനും കൊടുത്തേക്കുന്നത്. ഇതൊരു ബേജ് കളറാണ് കേട്ടോ. ബേജിൽ തന്നെ ബ്ലൂവും പീച്ചും ചേർന്ന കോമ്പിനേഷനിലാണ് വർക്ക് പോയിരിക്കുന്നത്. ബ്ലൂ പീച്ച് പിന്നെ കുറച്ചൊരു ഗ്രീൻ്റെ ഷെയ്ഡും ഉണ്ട്. നല്ല കളർ കോമ്പിനേഷനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു നമ്മളൊന്ന് നോക്കും എന്നാണല്ലോ ആ ഒരു വർക്കിൻ്റെ ഒരു ഭംഗിയുണ്ട്. നമ്മൾ എന്നാണല്ലോ ഒന്ന് പെട്ടെന്ന് നമ്മുടെ കണ്ണുടക്കുന്ന അങ്ങനത്തെ ഒരു വർക്കാട്ടോ. നല്ല കളർ കോമ്പിനേഷനല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ദുപ്പട്ടയ്ക്കകത്ത് ബോർഡറിലായിട്ടല്ല, മൊത്തം ആ ഒരു ഫ്ലവേഴ്സ് മൊത്തം ഇതിൻ്റെ അകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പീച്ച് ബ്ലൂ കോമ്പിനേഷനിൽ ഫുൾ ഫ്ലവേഴ്സ് വരും. സെയിം ഫാബ്രിക്കാണ്. ലൈക്ക് നമുക്കൊരു ജോർജറ്റ് പോലെ അത്രയും ഒഴുകി കിടക്കുന്ന ഒരു ഫാബ്രിക്കാട്ടോ. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒത്തിരി ഒഴുകി പോകത്തുമില്ല. അവിടെ കിടന്നോളും. നമുക്കങ്ങനെ ഇട്ടാലും കറക്റ്റായിട്ട് അവിടെ കിടക്കും. തലയിലൊക്കെ ഇട്ടാലും അങ്ങനെ ഒത്തിരി പെട്ടെന്ന് അങ്ങനെ താഴോട്ട് ഒഴുകി പോകത്തില്ല. അങ്ങനെ തന്നെ കിടന്നോളൂ കേട്ടോ. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. ഇതിന് ബോട്ടം വരുന്നത് സാറ്റൻ സിൽക്ക്, അത് സെയിം കളർ തന്നെയാണ് വെച്ചേക്കുന്നത്. കൂടിയ മെറ്റീരിയൽ കേട്ടോ. ഇതെല്ലാം നമുക്ക് ആ ഒരു മെറ്റീരിയൽ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും എല്ലാം കൂടിയ ഫാബ്രിക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതെല്ലാം ചെയ്യുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് AB 991, റേറ്റ് 1290 1290. ഇത് നല്ല ജെറ്റ് ബ്ലാക്കിലാട്ടോ ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് ആ ഒരു ബ്ലാക്കിലോട്ട് കളർ കോമ്പിനേഷൻ. ഇത് സെയിം തന്നെ ആ ഒരു പീച്ചും ബ്ലൂ തന്നെയാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ബ്ലാക്കിലായതുകൊണ്ട് ഭയങ്കര അടിപൊളിയാട്ടോ. മറ്റേ കളർ നല്ലായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വെറൈറ്റി ഉണ്ട്. ആ ഒരു ഷെയ്ഡുമായിട്ട് നല്ല കളർ മാച്ചിങ് ആണ്. ഇത് നല്ല ജെറ്റ് ബ്ലാക്കാണ്. ഒന്നും നോക്കാനില്ല. പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ കോമ്പിനേഷനാണ്. ബ്ലാക്കിലായതുകൊണ്ട് ഭയങ്കര എടുപ്പാട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ടയ്ക്കകത്ത് ഡിസൈൻ വരുന്നത്. സ്കാലപ്പ് ബോർഡർ ആട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സ്കാലപ്പ് ബോർഡറും അകത്ത് ഫുള്ളായിട്ട് വർക്കും പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. വാഷ് ചെയ്താലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മെറ്റീരിയൽ. അത്യാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീനകത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അലക്കാം. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ലൈനിങ് കോട്ടൺ കൊടുക്കരുത്. ഇങ്ങനത്തെ മോഡലിനൊക്കെ ബട്ടർ ക്രേപ്പ് പോലത്തെ അല്ലെങ്കിൽ സാറ്റിൻ മിക്സ് ആയിട്ടുള്ള ഏതെങ്കിലും ലൈനിങ്ങേ കൊടുക്കാവുള്ളൂ. ചുരുങ്ങത്തില്ലാത്ത സൈസ് മെറ്റീരിയൽ കൊടുക്കണം. കാരണം ഈ മെറ്റീരിയൽ അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്ന ലൈനിങ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓരോ മെറ്റീരിയലിന് ആ ഒരു ഇതനുസരിച്ച് എക്സ് അനുസരിച്ച് വേണം നിങ്ങൾ ലൈനിങ് കൂടെ കൊടുക്കാൻ. എന്തെങ്കിലേ ഉള്ളൂ നമ്മൾ പിന്നീട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കൊണ്ട് കോട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ കോട്ടൺ ചിലപ്പോൾ ചുരുങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ മെറ്റീരിയലുമായിട്ടൊരു വേരിയേഷൻ വരികയും ചെയ്യും കേട്ടോ. തയ്ക്കാൻ എളുപ്പത്തിന് ചിലർ കോട്ടൺ തന്നെ വെക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനത്തേന് ബട്ടർ ക്രേപ്പ് പോലത്തെ മെറ്റീരിയൽ വെക്കുന്നതായിരിക്കും പിന്നീട് നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിന് ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സാറ്റിൻ സിൽക്കിൻ്റെ ഫാബ്രിക്. ബ്ലാക്കൊക്കെ നിങ്ങളുടെ ബോട്ടം ഉണ്ടെങ്കിൽ ഇതെടുത്ത് ലൈനിങ് ആക്കിയാൽ മതി. പിന്നെ നമ്പർ AB 990, റേറ്റ് 1290. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് ഇതും ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് എന്ന് പറയുന്നത്. നമുക്ക് കോമൺ വരാറുള്ള ലാവണ്ടർ അല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ കേട്ടോ. അതിലും ആ ഒരു സെയിം കോമ്പിനേഷനാണ്. നല്ല 4 ഷെയ്ഡ്സ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നോർമൽ ലാവണ്ടർ അല്ല, കുറച്ചുകൂടി ഒരു നമ്മുടെ ബട്ടർ സിൽക്ക് പോലെ കേട്ടോ ഈ മെറ്റീരിയൽ ഇരിക്കുന്നത്. ഭയങ്കര സ്മൂത്താണ് ഫാബ്രിക്. നിങ്ങൾ ടച്ച് ചെയ്യാൻ നല്ല സുഖമുള്ളൊരു മെറ്റീരിയൽ കേട്ടോ. നമ്മുടെ സാധാരണ പോലത്തെ അങ്ങനെ ഇങ്ങനത്തെ ജോർജറ്റ് പോലത്തെ ടൈപ്പ് വരുന്നതിൻ്റെ അകത്ത് കുറച്ചൊരു ഇങ്ങനെ റഫ് ഫിനിഷ് വരത്തില്ല. പക്ഷേ ഇതിന് ഭയങ്കര സോഫ്റ്റ്നെസ് ആട്ടോ. ഭയങ്കര സുഖമായിരിക്കും ഇടാനായിട്ട്. നല്ല കളർ കോമ്പിനേഷൻസുമാണ്. മെയിനായിട്ട് ഈ ഒരു പീച്ച് ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ല എടുപ്പുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത കളർ. നോർമൽ ലാവണ്ടർ അല്ല, കുറച്ചൊരു വയലറ്റ് മിക്സ് ആയിട്ടൊരു ലാവണ്ടർ ഷെയ്ഡ്. ലൈറ്റ് ഷെയ്ഡാണ്, പക്ഷേ ഒരുപാട് ലൈറ്റ് അല്ല, നല്ല കളറാണ്. പിന്നെ നമ്പർ AB 992, റേറ്റ് 1290. ഇത് 4ാമത്തെ ഷെയ്ഡ്. 4 ഷെയ്ഡ്സേ ഉള്ളൂ. 4ാമത്തെ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള 4 ഷെയ്ഡ്സാണ്. ഇതൊരു യെല്ലോ കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഒരുപാട് അങ്ങനെ ലൈറ്റർ യെല്ലോ അല്ല, ഭയങ്കര ബ്രൈറ്റർ യെല്ലോയും അല്ല. നോർമൽ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ യെല്ലോയേക്കാളും കുറച്ചുകൂടെ ഡാർക്കർ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ അകത്തും സെയിം കോമ്പിനേഷൻ. ആ ഒരു ബ്ലൂവിൻ്റെയും പീച്ചിൻ്റെയും കൂടെ ഭയങ്കര ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ദുപ്പട്ടയും സെയിം ഫാബ്രിക്കാണ് വരുന്നത്. എങ്ങനെ ഇട്ടാലും നമുക്ക് നന്നായിട്ട് ഒതുക്കി ഇടാൻ പറ്റുന്ന സൈസ് ഫാബ്രിക്കാണ്. ഇങ്ങനെ ഇടേണ്ടവർക്കും 2 സൈഡിലോ തലയിലൊക്കെ ഇടാനാണെങ്കിലും നല്ല മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കാണ്, സെയിം കളർ. നമ്പർ AB 989, റേറ്റ് 1290.